അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങ് അറബിയുടെ വീട്ടിൽ അതാ ഫർസാന. വളരെയധികം നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് കഴിഞ്ഞത്. മറ്റൊന്നുമല്ല, സൈത്തൂൻ ബീവിക്ക് ഉള്ളതുപോലെ തന്നെ എല്ലാ രീതിയിലും വളരെയധികം റാഹത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഫർസാനയുടെയും പെരുന്നാൾ. അവിടെ സൈത്തൂൻ ബീവിക്ക് എടുത്ത അതേ മോഡൽ പർദ്ദയും ആഭരണങ്ങളും ഓർണമെൻറ്റ്സും കാര്യങ്ങൾ എല്ലാമായിട്ട് ഫർസാനക്കും ശരിക്കും അവളുടെ കണ്ണുകൾ നിറയുകയാണ്. പഠിച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം അല്ലാ. ഒരിക്കലും ഞാനിവിടെ ഒരു നല്ല രീതിയിലല്ലല്ലോ നിൽക്കുന്നത്, ഞാനിവിടെ ഒരു വ്യാജമായ രീതിയിലാണല്ലോ. പാവം, അന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ സൈത്തൂൻ ബീവി ഫർസാനയെ നിർബന്ധിക്കുകയായിരുന്നു. മോളെ വാ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം, അല്ലാതെ ഞാൻ എടുത്താൽ ഒരു പക്ഷേ നന്നാവില്ല. വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കൊണ്ടുപോകുകയായിരുന്നു. വളരെയധികം സേഫ്റ്റിയോടുകൂടി അവർക്ക് ആവശ്യമുള്ള ആഭരണങ്ങളും എല്ലാം എടുക്കുന്നു. അതെല്ലാം അത്രയൊന്നും എനിക്ക് വേണ്ട, അത് ബീവിക്ക് ഉള്ളതുപോലെ വേണ്ട, സിമ്പിളായിട്ട് മതി എന്നൊന്നും അതെന്താ, എനിക്കും നിനക്കും ഇവിടെ ഒരു സ്ഥാനമാണ് എന്ന് പറയുകയായിരുന്നു. അറബിക്കും അവൾക്കും മാത്രമേ അതറിയുകയുള്ളൂ. ഒരിക്കലും അറബി ഫർസാനയെ നിക്കാഹ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം. സൈത്തൂൻ ബീവി വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് തൻ്റെ അനിയത്തിയെ പോലെയാണ് അവളെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും. മോളെ, അത് വേണ്ട, ഇത് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ തനിക്ക് ഗർഭമുള്ളതുപോലെയാണ് അവൾക്ക് ഗർഭമുണ്ടായപ്പോൾ അവളെ പരിചരിക്കുന്നതും നോക്കുന്നതുമല്ല. ഒട്ടും സങ്കടപ്പെടുത്താതെ വിഷമിക്കാതെ ആ ദിവസം അവളോട് ബീവി ചോദിക്കുന്നു, അല്ല പെരുന്നാളായിട്ട് വീട്ടിലേക്കൊന്ന് വിളിക്കണ്ടേ? സാധാരണ രീതിയിൽ ഫർസാന വീട്ടിലേക്ക് വല്ലാതെ വിളിക്കുവാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു. മോളെ, ഉമ്മയോ ഉപ്പയൊക്കെ കാണണ്ടേ, എന്താ ഫോണൊന്നും എടുത്തിട്ട് യൂസ് ചെയ്യാത്തത്? അവൾക്ക് ശരിക്കും ഭയമായിരുന്നു. കാരണം വീഡിയോ കോളിലൂടെയൊക്കെ തന്നെ കാണുമ്പോൾ തൻ്റെ ഗർഭം അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് അവൾക്ക് ഭയമായിരുന്നു മൊത്തത്തിൽ. അത് ഞാൻ മറക്കേ, എനിക്കാണെങ്കിൽ ഒരിക്കലും ഈ കാര്യത്തിലൊന്നും മറവ് വരില്ല കേട്ടോ. ഞാനും ഉമ്മയും ഉപ്പയൊക്കെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അതും വീഡിയോ കോൾ തന്നെ, എനിക്ക് നേരിട്ട് കാണണം. അങ്ങനെ നീ എന്താ മോളെ, നിനക്കെന്താ ആഗ്രഹമല്ലേ? അത് ബീവി ഇല്ലായിട്ടല്ല. അപ്പോൾ മോള് വിഷമിക്കണ്ട, ഞാൻ വിളിച്ചു തരാം കേട്ടോ. അവൾക്ക് ശരിക്കും ഭയമായിരുന്നു. പഠിച്ചോനെ, മോളെ ഉപ്പയ്ക്കാണോ ഉമ്മയ്ക്കാണോ? ഉപ്പയ്ക്ക് വിളിക്കാം. അങ്ങനെ ഏതാ ഉപ്പയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. പെരുന്നാളിൻ്റെ ആ തലേ ദിവസമായിരുന്നു അത്. വിളിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മയാണെങ്കിൽ അവിടെ ഇല്ല. നാളത്തെ ദിവസം പെരുന്നാളല്ലേ, അതുകൊണ്ട് ഉമ്മയെ ഷെഫി ഉസ്താദ് പറഞ്ഞയച്ചിരുന്നു. പെരുന്നാളെങ്കിലും ഉപ്പയെ ഡിസ്ചാർജ് ചെയ്താൽ മതിയായിരുന്നു എന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരാൾ പോകാനുണ്ടായിരുന്നില്ല. മോനെ ഷെഫി, പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. അല്ലുമ്മ, നിങ്ങൾ പോയിക്കോളി, മക്കളവിടെ അയൽവാസിയുടെ വീട്ടിലല്ലേ, നിങ്ങൾ പോയിക്കോളി, ഞാൻ നോക്കിക്കോളാം എൻ്റെ ഉസ്താദിനെ. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ പോയിരുന്നു. ആ സമയത്താണ് ഉപ്പയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത്. ഷെഫി ഉസ്താദ് ശരിക്കും അത് കണ്ടു. അല്ലാ, ജസി മോളെന്നോ? ഒരു നിമിഷം അവൻ്റെ പഴയ ചിന്തകളിലേക്ക് പോയി. റബ്ബേ, ഫോൺ നിൽക്കാതെ അടിക്കുന്നു. സിസ്റ്റർ വന്നു. ദാ ഫോൺ അടിക്കുന്നല്ലോ, എന്താ എടുക്കാത്തത്? മനമില്ല മനസ്സോടുകൂടെ അവൻ അതെടുത്തു. പഠിച്ചോനെ, എന്തു പറയണം എന്നെനിക്കറിയുന്നില്ല. എങ്കിലും ഉപ്പയെ ഇനി ഉണർത്തണ്ട എന്ന് കരുതിയിട്ട് ഫോൺ എടുത്തു. ഫേസ് അല്പം മാറ്റി പിടിച്ചാണ്. ഹലോ. അത് മറ്റാരുമായിരുന്നില്ല, അത് അറബിച്ചയായിരുന്നു. ഹലോ ഫർസാനയുടെ, ഞാൻ അവളുടെ അടുക്കൽ ഫോൺ കൊടുക്കാം. ഉസ്താദ് ആ അറബിച്ചയുടെ ഫേസ് അതാ കാണുന്നു, ആ കണ്ണുകൾ മാത്രം. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോവുകയാണ്. ഹലോ. അവൾ അതാ വിളിക്കുന്നു. ശരിക്കും ഉസ്താദിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഇത് ഉസ്താദിൻ്റെ ഫോണ്, ഇത് ഞാനാണ് എടുത്തത്. ഇത് ഷെഫി ഉസ്താദാണോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എവിടെ ഉപ്പ? എവിടെ ഉപ്പക്ക് ചെറിയൊരു പനിയുണ്ടായിട്ട് ഹോസ്പിറ്റലിലാണ്. അല്ല, ഉപ്പക്ക് പനിയോ? ഏയ് അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ടൊന്ന്. ഉപ്പ ചെറിയൊരു മയക്കത്തിലാണ്, ഞാൻ കൊടുക്കണോ? അല്ല വേണ്ട, ഉപ്പ റെസ്റ്റ് എടുക്കട്ടെ. അല്ല ഷെഫി ഉസ്താദേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
അവൾ വിശേഷങ്ങൾ ചോദിക്കുകയാണെന്ന് ഉസ്താദിന് മനസ്സിലായി. പഠിച്ചോനെ എന്തിന് ഉസ്താദിൻ്റെ ഒരിക്കലും ഞാൻ ഒരാളെ ചതിക്കുന്ന ആളല്ല. ഇനിയൊരു പക്ഷേ സീനത്ത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അതിലേറെ വിഷമാവും. അൽഹംദുലില്ലാ സുഖാണ് എന്ന് പറഞ്ഞു. ഉപ്പാക്ക് സുഖമായിട്ട് ഒന്ന് ഞാൻ വിളിച്ചൊന്ന് പറയാൻ കേട്ടോ. ഉമ്മ എവിടെ? ഉമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലാണോ? അതെ. നാളെ പെരുന്നാളൊക്കെ ആയിട്ട് ഉപ്പാക്ക് എന്തു പറ്റി? അത് ചെറിയൊരു പനി, ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാ എന്നാ പറഞ്ഞാലോ കേട്ടോ. അങ്ങനെ അതാ ഉസ്താദ് ഫോൺ കട്ട് ചെയ്യുന്നു. റബ്ബേ അള്ളാഹുവേ, പഠിച്ച റബ്ബേ, ഒരിക്കലും ഇങ്ങനെയൊരു സംസാരം പ്രതീക്ഷിച്ചതല്ല. ഉപ്പയുടെ കാര്യം പറയാതിരിക്കാനും വയ്യ. ആ നിമിഷം എന്നാൽ അവിടെ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയതിനെ തുടർന്ന് സൈത്തൂൻ ബീവി ചോദിക്കുന്നു, പഠിച്ചോനെ ഇതെന്താ ഒരു 5 മിനിറ്റ് തികച്ചു പോലും പറയാതെ? എന്തു പറ്റി? ഫർസാന മോളെ, ഞാനൊക്കെ എത്ര ടൈം വീഡിയോ കോൾ അവിടെ ഓണാക്കി വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ അവരോട് സംസാരിക്കും. പിന്നെ മോളെ, മോൾക്കറിയാലോ, മാതാപിതാക്കളെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം. ഒന്നുമില്ലെങ്കിൽ മോളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതൊക്കെ അവരല്ലേ, നമ്മളവരെ ബഹുമാനിക്കണം, അവർ പറയുന്നതൊക്കെ സ്വീകരിക്കണം. എപ്പോഴും അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറയുള്ളൂ. ഒരിക്കലും ഒരു ഉമ്മയും ഉപ്പയും മക്കൾ കേടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ ഒന്നും പറയില്ല. അവർക്കൊക്കെ എപ്പോഴും ഇഷ്ടം മക്കൾ സ്വാലിഹായി ജീവിക്കണം എന്ന് തന്നെയായിരിക്കും. അവർ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ നീ എന്താ മോളെ സംസാരിക്കാത്തത്? അത് ഇനിയിപ്പോൾ അവൾക്ക് ശരിക്കും ഭയമായിരുന്നു. തൻ്റെ വയറെങ്ങാനും വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണും, അതെന്താണ് സംഭവമെന്ന് ചോദിക്കും എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും ഉമ്മയോടും ഉപ്പയോടുമുള്ള ആ ഒരു റിലേഷൻ പരമാവധി കുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ശരിക്കും അവളുടെ ഗർഭം കാണുന്നുമുണ്ട്. നല്ല രീതിയിൽ വയറൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സൈത്തൂൻ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവേ, എൻ്റെ കുഞ്ഞ് ഇനി എന്ന് വരും റഹ്മാനെ? യാതൊരു കുഴപ്പമില്ലാത്ത സ്വാലിഹായ ഒരു കുട്ടിയെ നീ നൽകു റഹ്മാനെ. സൈത്തൂൻ ബീവി അപ്പോഴും ദുആ ചെയ്യും. മോളെ, എപ്പോഴും ആയത്തുൽ കുർസി ഓതിക്കോട്ടോ. ആയത്തുൽ കുർസി, അനാമ സൂറത്ത്, മറിയം സൂറത്ത് ഞാനും ഓതുന്നുണ്ട് മോൾക്ക് വേണ്ടി, വയറിൽ ഊതാറുമുണ്ട്. മോള് എപ്പോഴും, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞ് എപ്പോഴും ഖുർആൻ കേട്ടുകൊണ്ട് ഇങ്ങനെ വളരണം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റേതായ മാറ്റം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. എന്തൊക്കെ തന്നെയാലും ഉമ്മ എന്ത് ചെയ്യുന്നത് എന്നൊക്കെ കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ഖുർആൻ ഓതിയിട്ട് എപ്പോഴും വയറിൽ ഓതിക്കോ, ഏറ്റവും നല്ലത് അതാണ് കേട്ടോ മോളെ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ പാവം സൈത്തൂൻ ബീവി ഒന്നും അറിയുന്നില്ലല്ലോ, അത് രാജേഷ് എന്നാളുടെ കുഞ്ഞാണ് വയറ്റിനുള്ളതെന്ന് ഒന്നും അവൾ അറിയുന്നേയില്ല. പാവമാണ് സൈത്തൂൻ ബീവി. തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് എന്നുള്ള ധാരണയിലാണ് ബീവി ഇതുവരെ ജീവിക്കുന്നത്. ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവും ഫർസാനയും അത് പുറത്ത് പറഞ്ഞിട്ടുമില്ല. കാരണം ഒരിക്കലും സൈത്തൂൻ ബീവിയുടെ സന്തോഷം നഷ്ടപ്പെടുത്തരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫർസാനക്ക് ആ ദിവസം വല്ലാത്തൊരു വിഷമം. ഉപ്പ അതെ ഹോസ്പിറ്റലിലാണ്, പെരുന്നാളാണ്. റബ്ബേ, എന്താണ് അവർക്ക് എല്ലാം? എൻ്റെ ഒരു സ്വഭാവം, വല്ലാത്തൊരു സ്വഭാവക്കാരിയാണ് ഞാൻ. എന്ത് കരുതിയിട്ടാണ് റബ്ബേ ഞാൻ ഇങ്ങനെയൊക്കെ അതിനു വേണ്ടിയൊക്കെ നിന്നത്? ഒരിക്കലും അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം അവനായിരുന്നു എൻ്റെ എല്ലാം എന്നാണ്. പക്ഷേ അവൻ്റെ കൂടെ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്നവൻക്ക് അവൾക്ക് മനസ്സിലായത്. പിന്നീട് അവിടെ നിന്ന് പാവം അവിടുത്തെ ആ ഒരു അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു ഒളിച്ചു പോരലായിരുന്നു. ആ സ്ത്രീ എന്നെ അന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് റഹ്മാനെ ഇന്ന് ഞാൻ ഇവിടെ എത്തി. ആ ഒരു അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും കടപ്പാടുണ്ട്. അവരെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. തൻ്റെ ജീവിതം തനിക്ക് തിരിച്ചു നൽകിയത് ആ ഒരു അമ്മയാണ്. പഠിച്ചോനെ, അവർക്ക് നീ നിയമത്ത് നൽകി റഹ്മാനെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്ക്. അപ്പോഴും ഫർസാന അതാണ് ദുആ ചെയ്തത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറിയൊക്കെ വളരെയധികം ലെങ്ത്ത് കുറച്ച് കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലല്ല കേട്ടോ, വയനാട്ടിലാണ്. ഞാൻ മറ്റേ സ്റ്റോറിയിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നാളെ മറ്റന്നാളൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ. അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ റെക്കോർഡ് ചെയ്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇങ്ങനെ പറഞ്ഞത് വിട്ടതാണ് കേട്ടോ. പിന്നെ നൈറ്റിലാണിത് ചെയ്യുന്നത്. കണ്ടില്ലേ, ജന്തുക്കളുടെയൊക്കെ പല ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം
നമ്മളെ നാട്ടിലത്തെ പോലെയൊന്നല്ല, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കാണാം കേട്ടോ. നാളെ മാലിക് ദിനാറിൽ പോകുന്നുണ്ട് കാസർഗോഡ്. ആഗ്രഹമുണ്ട്. പടച്ച റബ്ബ് അതിനുള്ള വിധി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.